أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين സൂറത്തു തീൻ ആയത് നമ്പർ 1 മുതൽ 4 വരെ. അർത്ഥം: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലീവും കൊണ്ട് സത്യം, സീനായ് മലയെ കൊണ്ടും സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ടും സത്യം. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുയുടെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കിയാണ് ഇവിടെ ഈ ആയത്തുകളുടെ വിശദീകരണം നൽകിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി, ഏത് വിധത്തിലാണ് ഷെയ്ത്താൻ ഹസ്രത്ത് ആദം അലൈഹിസ്ലാമിനെ ദൈവിക ഉദ്ദേശം ലംഘിക്കാൻ പ്രേരിപ്പിച്ചതെന്ന്. ഷെയ്ത്താൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട് ഹസ്രത്ത് ആദം അലൈഹിസ്ലാമും അദ്ദേഹത്തിൻ്റെ ജമാഅത്തും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നുകയുണ്ടായി. വിജയം നേടാനുള്ള വഴി ഇതാണെന്ന് ഷെയ്ത്താൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അത് സത്യമാണെന്ന് കരുതി അവർ ആ വൃക്ഷത്തിൽ നിന്ന് ഫലം കഴിക്കുകയുണ്ടായി. പക്ഷേ സംഭവിച്ചത്, ശത്രുവിൻ്റെ വാക്കുകൾ അനുസരിച്ചതുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വർദ്ധിക്കുകയും നേരത്തെ ലഭിച്ചിരുന്ന വിജയങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും ചെയ്തു. ആദമിൻ്റെ ഈ പ്രവൃത്തി ദൈവോദ്ദേശ്യത്തിന് എതിരായതിനാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മോശം അനന്തരഫലങ്ങളുണ്ടാകാൻ തുടങ്ങി. ദൈവിക ഉദ്ദേശ്യം ലംഘിച്ചുകൊണ്ട് താൻ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫബദത് ലഹുമാ സൗആതുഹുമാ, അതായത് ആ മരത്തിൻ്റെ ഫലം തിന്നതിലൂടെ അവരുടെ നഗ്നത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ പ്രവർത്തനത്തിൻ്റെ ദോഷഫലങ്ങൾ അവർക്ക് വ്യക്തമായി. ആദം തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും പിശാചിന് നേരെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരം നീട്ടി അപകടകരമായ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ തെറ്റു തിരുത്താൻ അദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു, തഫിക യഖ്സിഫാനി അലൈഹിമ മിൻ വറക്കിൽ ജന്നത്ത്, അതായത് അവൻ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് സ്വയം മൂടുവാൻ തുടങ്ങി. ആദ്യം ആദം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, അത് അവനെ കഷ്ടത്തിലാക്കി. എന്നാൽ പിന്നീട് ദൈവം അവനെ ക്ഷമിക്കുകയും അവന് മഹത്വം നൽകുകയും ചെയ്തു. അങ്ങനെ അവൻ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് സ്വയം മൂടാൻ തുടങ്ങി. സർവശക്തനായ അള്ളാഹു അവനെയും അവൻ്റെ ജമാഅത്തിനെയും വിജയലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പോകുന്ന വഴി കാണിച്ചു കൊടുക്കുകയുമുണ്ടായി. നോക്കുക, ഷെയ്ത്താൻ ആദ്യം ആദമിനെ വഞ്ചിക്കുകയും പ്രത്യക്ഷത്തിൽ അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ ആദം വറക്കുൽ ജന്നത്ത്, അതായത് സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് സ്വയം മറയ്ക്കാൻ തുടങ്ങി. വറക്കെന്ന അറബി പദത്തിന് സൗന്ദര്യം, അതല്ലെങ്കിൽ അലങ്കാരം എന്നുള്ള അർത്ഥവുമുണ്ട്. അറബി ഡിക്ഷണറിയിൽ വറക്കെന്ന പദത്തെക്കുറിച്ച് പറയുന്നത് ജമാലുദ്ദുന്യ വ ബഹജതുഹ, അതായത് ഈ ദുനിയാവിൻ്റെ ഭംഗിയെയും സൗന്ദര്യത്തെയും വറക്കെന്നും പറയുന്നു. അതുപോലെ തന്നെ ഈ വറക്കെന്ന് പറയുന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥം സന്താനം എന്നാണ്. അൻത തയ്യിബുൽ വറക്ക് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അറബിയിൽ. അതിൻ്റെ അർത്ഥം ഈ തലമുറയിലെ ഏറ്റവും മികച്ചത് നിങ്ങളാണെന്നാണ്. ഈ രണ്ട് അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തഫിക യഖ്സിഫാനി അലൈഹിമ മിൻ വറക്കിൽ ജന്നത്ത് എന്ന ഖുർആനിക വചനം ഇങ്ങനെ ഒരു അർത്ഥവും കൂടി അതിന് നൽകുന്നു, അതായത് ആദം സ്വർഗത്തിൻ്റെ സൗന്ദര്യവും അലങ്കാരവും കൊണ്ട് തന്നെ മൂടാൻ തുടങ്ങുകയുണ്ടായി എന്നാണ്. സ്വർഗത്തിൻ്റെ സൗന്ദര്യം, അതല്ലെങ്കിൽ അതിൻ്റെ അലങ്കാരം യഥാർത്ഥത്തിൽ അതിൽ വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആൾക്കാരാണ്. അതുപോലെ മറ്റൊരു അർത്ഥത്തിൽ ഈ വാക്യം അർത്ഥമാക്കുന്നത് ആദം പരിശുദ്ധിയാർജിച്ച സന്താനത്തിലൂടെ ഷെയ്ത്താൻ്റെ വഞ്ചനയെ മറികടക്കാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ അദ്ദേഹം ഷെയ്ത്താനുമേൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ചോദ്യം കൂടി ഉദിക്കുന്നതാണ്, ഈ സ്വർഗത്തിലെ ഇലകളും ഈ സൂറത്തിൽ പറഞ്ഞ അത്തിപ്പഴവും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഇതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ജസാക്കല്ലാഹു ആഖിറൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.